ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവൻ. ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ലെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ചിട്ടയും വേണ്ട ഒന്നാണ് ശിവക്ഷേത്ര ദർശനം. ശിവക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന രീതി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദർശനത്തിനിടെ തെറ്റുകൾ വരുത്തിയാൽ അത് ജീവിതത്തിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. ശിവക്ഷേത്രത്തിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ തന്നെ ചണ്ഡൻ, പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകർ ഉണ്ട്. ഇവരെ തൊഴുത് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിന് അകത്തെത്തിയാൽ ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് നന്ദികേശനെയാണ് തൊഴേണ്ടത്. അതിനുശേഷം മാത്രമേ ഭഗവാനെ വന്ദിക്കാൻ പാടുള്ളൂ. നന്ദികേശന് അടുത്തുനിന്ന് തൊഴുത ശേഷം ശ്രീകോവിലിൻ്റെ ഇടതുഭാഗം ചേർന്ന് നിന്ന് വേണം ഭഗവാനെ തൊഴാൻ. എന്നാൽ തൊഴുമ്പോൾ തലയിൽ നിന്ന് കൂപ്പുകൈ കൊണ്ട് താഴേക്ക് വന്ന് നെഞ്ചിന് നേരെ നിന്ന് വേണം തൊഴാൻ. ശേഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ശിവഭഗവാനെ തൊഴുത ശേഷം നന്ദിയുടെ വലതു വശത്ത് നിന്ന് തൊഴുത് നന്ദിക്ക് പുറകിലൂടെ വേണം ഓവുചാലിന് അടുത്തേക്ക് എത്താൻ. പിന്നീട് താഴെ കൂടെ നോക്കി പ്രാർത്ഥിച്ച ശേഷം ഇവിടെ നിന്നും 3 തവണ പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. പിന്നീട് തിരിഞ്ഞ് നന്ദിയെ പ്രദക്ഷിണം വെച്ച് വീണ്ടും ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നീട് അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പ്രദക്ഷിണം നടത്തി വീണ്ടും ഓവിനടുത്തേക്ക് എത്തേണ്ടതാണ്. പിന്നീട് താഴെ കൂടെ നോക്കി പ്രാർത്ഥിച്ച ശേഷം തിരിഞ്ഞ് വീണ്ടും ശ്രീകോവിലിന് മുമ്പിലെത്തി പ്രാർത്ഥിക്കണം. ശിവന് ഒരിക്കലും ഒഴുപ്രദക്ഷിണം വയ്ക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും ചെയ്ത് 3 പ്രാവശ്യം വലം വയ്ക്കുമ്പോഴാണ് പ്രദക്ഷിണം പൂർത്തിയാവുന്നത്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നന്ദിയെ 4 പ്രാവശ്യവും ശിവഭഗവാനെ 3 പ്രാവശ്യവും വേണം പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ച് കടക്കരുത്. ശിവന് ശരിയായി ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം മാത്രമല്ല, ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെയും ജോലിയും നേടുന്നതിന് മികച്ചതാണെന്നാണ് വിശ്വാസം.